അവലും മലരും സ്വാമിക്ക്, കർപ്പൂര ദീപം സ്വാമിക്ക്, നെയ്യഭിഷേകം സ്വാമിക്ക്, സ്വർണപ്പാളി പാർട്ടിക്ക്. സ്വാമിയേ അയ്യപ്പോ, സ്വാമി ശരണം, അയ്യപ്പ ശരണം. പ്രിയമുള്ളവരെ നമസ്കാരം. VD ബിൻഡോയാണ്. നമ്മുടെ ശബരിമല അല്ലേ, അമ്പലം വിഴുങ്ങികൾ ഇപ്പോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അമ്പലം വിഴുങ്ങികൾ കരയുന്നത് എന്നല്ലേ? ഇപ്പോൾ SIT പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പത്മകുമാറിനെ മാത്രമല്ല, നേരത്തെ O വാസുവിനെ അറസ്റ്റ് ചെയ്തു. O വാസു മഹാനായ, അഴിമതിരഹിതനായ, കളങ്കരഹിതനായ നേതാവ് എന്നാണ് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴാണ് SIT പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തെങ്കിലും എല്ലാവരെയും പിടിക്കും, പക്ഷെ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ല എന്നാണ് നമ്മുടെ MP ഗോവിന്ദൻ മാഷ് ഇപ്പോൾ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ പണ്ട് പറയുമായിരുന്നു, അവർ സമൂഹത്തിലെ ധിക്കാരികളാണ്. ആരുടെയും മുഖത്തു നോക്കി വിരൽ ചൂണ്ടി ധിക്കാരത്തോടു കൂടി സംസാരിക്കുന്നവരാണ്. അവർ ധിക്കാരികളാണ്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ആ ധിക്കാരി, സമൂഹത്തിലെ ധിക്കാരികൾ എന്ന് വിളി കേൾക്കുമ്പോൾ അത് അഭിമാനത്തോടു കൂടി ഞങ്ങൾ കൊണ്ടു നടന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ധിക്കാരികളാണ് എന്നാണ് പറയുക. എന്നാൽ ഇന്ന് പൊതുജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മുഖത്തു നോക്കി മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ഛേ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. കാരണം അവരുടെ മുഖത്തു നോക്കി, കമ്മ്യൂണിസ്റ്റുകാരുടെ മുഖത്തു നോക്കി കള്ളൻ എന്ന് വിളിക്കുന്ന, ഇതാ കള്ളൻ കള്ളൻ എന്ന് വിളിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ദയനീയമായ അവസ്ഥ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ കരയുകയാണ്, പൊതുജനങ്ങളെ നോക്കി കരയുകയാണ്. എന്താണ് അവർ പറയുന്നത്? അവരിപ്പോൾ പറയുന്നു, ശബരിമലയിലെ സ്വർണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആളുകളെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കിത് പറയാൻ നാണമില്ലേ? നാണമില്ലേ നിങ്ങൾക്കിത് പറയാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ SIT ആണ് ആ കേസ് അന്വേഷിക്കുന്നത്. SIT-നെ ആരാണ് ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നറിയോ? അതായത് നമ്മൾ മനസ്സിലാക്കണം, ഹൈക്കോടതിയാണ് ഈ അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ തീരുമാനിച്ചതും അന്വേഷണ ഉദ്യോഗസ്ഥർ ആ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും. അവർക്ക് വേറെ ആരുടെയും മുമ്പിൽ, സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോലും ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് വയ്ക്കേണ്ടതായിട്ടില്ല. അവർക്ക് ഹൈക്കോടതിയെ മാത്രമാണ് അന്വേഷണ റിപ്പോർട്ട് ബോധിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് പത്മകുമാറിനെ ഉൾപ്പെടെയുള്ളവരെ, വാസുവിനെ ഉൾപ്പെടെയുള്ളവരെ, ഇനി ഒരുപക്ഷെ നാളുകളിൽ ഇതിൻ്റെ അപ്പുറത്ത് ഇന്ന് മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനും സാധിക്കുന്നത് ഈ കേസ് നേരിട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കുന്നത് കൊണ്ടാണ്. എന്നിട്ടും നമ്മുടെ സഹാക്കൾ ഇങ്ങനെ പറയുകയാണ്, ഇതാ ഞങ്ങൾ നിഷ്പക്ഷമായി അന്വേഷിക്കുന്നു എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഇത്ര മോശമായ കള്ളന്മാരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞു വെക്കുന്നിടത്തേക്ക് ഈ കേരളം എത്തിപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം CPM-ന് മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴിമുട്ട പോലെയാണ്. കോഴിമുട്ട എന്ന് പറഞ്ഞാൽ എല്ലാ ഔഷധ ഗുണങ്ങളുമുള്ളതാണ് കോഴിമുട്ട. എന്നാൽ ആ കോഴിമുട്ട അത് കെട്ടുകഴിഞ്ഞാൽ അതിൻ്റെ 7 അയലൊക്കത്ത് പോലും നിൽക്കാൻ കഴിയില്ല. ആ അവസ്ഥയിലാണ്. അത്രമാത്രം ദുഷിച്ച സ്മെല്ലായിരിക്കും പുറത്തേക്ക് വരിക. അതുപോലെയാണ് കേരളത്തിലെ കമ്മ്യൂണിസം ഇന്ന് ദുഷിച്ച സ്മെല്ലായി പുറത്തേക്ക് വരുന്നത് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ല എന്ന് പറയുന്ന ആളുകളോട് മനസ്സിലാക്കണം, ഈ പത്മകുമാർ അത്ര നിസ്സാരക്കാരനല്ല. ആരാണ് പത്മകുമാർ? 1983 പത്തനംതിട്ട ജില്ല രൂപീകരിച്ച കാലം മുതൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. കഴിഞ്ഞ 36 കൊല്ലമായി പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി തുടരുന്ന ആളാണ് പത്മകുമാർ. 1991 മുതൽ 96 വരെ കോന്നി നിയോജക മണ്ഡലത്തിലെ LDF-നെ CPM-നെ പ്രതികരിച്ച MLA ആയിരുന്നു പത്മകുമാർ.
ആ പത്മകുമാറിനെയാണ് ഇപ്പോൾ പോലീസ് SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളി മോഷണം ഞങ്ങളെപ്പോലെയുള്ളവർ അന്നേ പറഞ്ഞു, ഇത് കേവലം ഉണ്ണികൃഷ്ണ പോറ്റിക്ക് മാത്രം പറ്റുന്നതല്ല, ഇതിൽ ഉന്നതമായ രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്. ആ ഉന്നതമായ രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നാളുകളിൽ ഈ അറസ്റ്റ് കേരളത്തിലെ മന്ത്രിമാരിലേക്ക് നീണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല എന്ന് മാത്രമേ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.